പൊതുസ്ഥലത്ത് പ്രചരണ ബോർഡ് പിടിച്ചെടുത്താൽ സ്ഥാനാർത്ഥികളെ കാത്തിരിക്കുന്നത് പിഴ കൂടിയാലോ വരാൻ പോകുന്നത് 8ന്റെ പണിയും. ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പൊതുസ്ഥലത്ത് നിന്ന് സ്ഥാനാർത്ഥിയുടെ പ്രചരണ ബോർഡ് പിടിച്ചെടുത്താൽ ഒരെണ്ണത്തിന് 5000 രൂപയും അത് എടുത്തു മാറ്റാനുള്ള ചിലവും GSTയുമാണ് പിഴ. പൊതുസ്ഥലത്തെ പ്രചരണ ബോർഡ് പിടിച്ചെടുത്താൽ സ്ഥാനാർത്ഥികളെ കാത്തിരിക്കുന്നത് വലിയ പിഴ കൂടിയാലോ വരാൻ പോകുന്നത് 8ന്റെ പണിയും. ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പൊതുസ്ഥലത്ത് നിന്ന് സ്ഥാനാർത്ഥിയുടെ പ്രചരണ ബോർഡ് പിടിച്ചെടുത്താൽ ഒരെണ്ണത്തിന് 5000 രൂപയും അതും എടുത്തു മാറ്റാനുള്ള ചെലവും GSTയുമാണ് പിഴ. ഇത്തരത്തിൽ 5 ബോർഡുകൾ പിടിച്ചെടുത്താൽ സ്ഥാനാർത്ഥിക്ക് ജയിച്ചാലും പരമാവധി ചെലവഴിക്കാനുള്ള തുക മറികടക്കുന്നതോടെ അയോഗ്യതയ്ക്ക് കാരണമാവും. അതുകൊണ്ട് തന്നെ ബോർഡ് എടുത്തു മാറ്റുന്ന സാഹചര്യം ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമമാണ് വേണ്ടത്. 5000 രൂപ പിഴയും എടുത്തു മാറ്റാനുള്ള ചെലവും GSTയും സ്ഥാനാർത്ഥിയുടെ ചെലവിലാണ് ഉൾപ്പെടുത്തുക. പിഴയ്ക്ക് പുറമെ പോലീസ് കേസും രജിസ്റ്റർ ചെയ്യും. 5 ബോർഡ് എടുത്തു മാറ്റിയാൽ ഗ്രാമപഞ്ചായത്തിലെ സ്ഥാനാർത്ഥിക്ക് ചെലവഴിക്കാവുന്ന തുകയായ 25000 മറികടക്കും. തിരഞ്ഞെടുത്താലും ഇതോടെ അയോഗ്യതയും ഉണ്ടാവും. ബ്ലോക്ക് പഞ്ചായത്തിലും നഗരസഭയിലും 75000 രൂപയും ജില്ലയിലും കോർപ്പറേഷനിലും 1.5 ലക്ഷം രൂപയുമാണ് സ്ഥാനാർത്ഥിക്ക് ചെലവഴിക്കാവുന്ന പരമാവധി തുക. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് തലങ്ങളിൽ ജീവനക്കാരുടെ സ്ക്വാഡുകൾ രൂപീകരിച്ചാണ് ഇത്തരം ബോർഡുകൾ പിടിച്ചെടുക്കാനുള്ള പരിശോധന നടത്തുന്നത്. പൊതുസ്ഥലത്ത് അനധികൃതമായി ബോർഡുകൾ, ഫ്ലക്സുകൾ, ബാനറുകൾ, കൊടിതോരണങ്ങൾ തുടങ്ങിയവ പാടില്ലെന്നും ഇത്തരത്തിലുള്ളവ കണ്ടെത്തിയാൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ പിഴ അടയ്ക്കേണ്ടി വരുമെന്നും ഹൈക്കോടതി പറഞ്ഞിരുന്നു. പൊതുസ്ഥലത്ത് സ്ഥാപിച്ച പ്രചരണ ബോർഡുകൾ എടുത്തുമാറ്റുന്നതിനും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ നീക്കവും ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.